ഹലോ, ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഒരു 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മെഷർമെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്രേപ്പിൻ്റെ തുണിയും അതേപോലെ കോട്ടൺ ലൈനിങ്ങും നല്ല ഗിൽറ്റർ വാൾക്കോട് കൂടിയിട്ടുള്ള ഒരു ക്ലോത്തുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിനുള്ള കോട്ടൺ ലൈനിങ് ആണ് ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ തുണി ഇതേപോലെ 4 ആക്കിയിട്ട് എടുത്തിട്ട് ഇതേപോലെ മെഷർമെൻ്റ് എടുക്കുക. ആദ്യം തന്നെ ഈ യോക്കിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടിത് ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഷോൾഡർ ലെങ്ത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ ലെങ്ത്ത് ഒരു 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴി അതേ മെഷർമെൻറ്റിൽ 4.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് സൈഡ് ഭാഗത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, സിബില്ലാതെയാണ് തയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് നോക്കുക. ചെസ്റ്റിൻ്റെ അളവ് 5.5 ഇഞ്ചാണ്. എക്സ്ട്രാ ഒരു 2.5 അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ താഴെ ഈ ഭാഗത്ത് ഇതേപോലെ നമ്മൾ എടുത്ത അളവിനേക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക സൈഡ് ഭാഗം. ഇനി അടുത്തായിട്ട് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച്, അതേപോലെ നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതൊരു 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 2.5 അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ എടുക്കുക. ഇനി ഇതേപോലെ ലെങ്ത്തും വിഡ്ത്തും ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക. ബാക്ക് നെക്ക് ഈ പീസ് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും കൂടെ ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് നെക്ക് വരഞ്ഞെടുക്കുക. ആം ഹോളിൻ്റെ അവിടെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഭാഗത്തിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്യണത് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ പീസ് മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കണത്. അപ്പോൾ ആദ്യം ബാക്ക് നെക്കും കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ആ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തൊക്കെ അവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി ബാക്ക് നെക്കിന് ചെറിയൊരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ ഒന്ന് ലെങ്ത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സിബിന് പകരമായിട്ട്. ഇനി സെപ്പറേറ്റ് ആക്കി വെച്ചാൽ ഈ ഫ്രണ്ട് പീസും റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റുക. ഇത് ബാക്കും ഫ്രണ്ടുമായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ മെയിൻ തുണിയിൽ ക്രേപ്പിൻ്റെ തുണിയിലും അതേപോലെ നമ്മൾ ഈ ഫാബ്രിക്കിലും കട്ട് ചെയ്യണത്. അപ്പോൾ തുണി എല്ലാ വീഡിയോസിലും പറയണം 4 ആക്കി മടക്കിയിട്ട് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ എടുത്ത് ആദ്യം കട്ട് ചെയ്ത് വെച്ച ഈ അളവിൽ ഒന്ന് സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ നിന്നും തുടങ്ങിയിട്ട് ഇതേപോലെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരിക്കലും കട്ട് ചെയ്ത് അതേപോലെ നെക്കിൻ്റെ ഭാഗമൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിലാണ് അവിടെയൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടതുള്ളൂ. അപ്പോൾ ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. മെഷർമെൻറ്റൊക്കെ കോട്ടൻ്റെ ലൈനിങ്ങുമ്മേ ശരിയായിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ഇനി ഈ മെയിൻ ഫാബ്രിക് ഗിൽറ്റർ വർക്കോട് കൂടിയിട്ടുള്ള മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത പോലെ തന്നെ ഈ ക്രേപ്പിൻ്റെ തുണി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി സ്കേർട്ടിൻ്റെ ഭാഗം നോക്കാം. അപ്പോൾ ഇത് ലൈനിങ് ആണ്, ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ആദ്യം തന്നെ കട്ട് ചെയ്യണത്. അപ്പോൾ ഇത് 15 ഇഞ്ചിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇത് ലെയറായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യുക. 2 പീസും ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സെയിം മെഷർമെൻറ്റിൽ തന്നെ നെറ്റിൻ്റെ പീസും 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ 2 ലെയറും 3 ലെയറൊക്കെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടിയിട്ടായാലുള്ളൂ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ ഫ്രോക്കിനൊക്കെ. പിന്നെ നമ്മൾ അടി മടക്കി തയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സെയിം മെഷർമെൻറ്റ് നെറ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് ക്രേപ്പിനും എടുത്തിട്ടുള്ളത്.
ഇത് ഫസ്റ്റ് ലെയർ ഫ്രോക്കിന് വേണ്ടിയിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ 2 ഇഞ്ച് വീതിയിലുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ബാക്കി വരുന്ന നെറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ടാവും. ഇത് ഇതേപോലെ മടക്കി വെച്ചുകൊണ്ടാണ് ലെങ്ത്ത് പറയാത്തത്. ഈ രീതിക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കയ്യിനും ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുത്ത് ഒരു ചെറിയ ഡിസൈനാണ് കൊടുക്കുന്നത്. അതേമാതിരി ഫ്രോക്കിൻ്റെ താഴെ വശത്തും ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്രിൽസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഈ ക്രേപ്പിൻ്റെ ഫാബ്രിക്കും അതേപോലെ നല്ല ഫാബ്രിക്കും കൂടെ മെയിൻ ഫാബ്രിക്കും കൂടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഈ ലൈനിങ്ങും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഹുക്കിൻ്റെ ആ ഭാഗത്തേക്ക് വീണ്ടും ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ഭാഗത്തെ ക്ലോത്തും നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പീസിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണത് നല്ലതാണ്. എന്നാൽ തെന്നിപ്പോവില്ല. നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ ഷോൾഡർ ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നതിന് ശേഷം ഈ ബാക്കി പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ചുമ്മ തട്ടാതെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. മറിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇനി ബാക്ക് സൈഡും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുത്ത് ഇതേപോലെ റൗണ്ടിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സിബ് വെക്കാത്തതുകൊണ്ട് ഇതേപോലെ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിബ് വേണമെങ്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ ഷോൾഡറിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒരു വി ഷേപ്പിലാണ് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പിൽ ഒരു കട്ടിട്ട് കൊടുക്കുക. അതേപോലെ സ്റ്റിച്ചുമ്മ തട്ടാതെ ഇതേപോലെ കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചെടുത്ത പീസാണിത്. ഇതിൻ്റെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തിട്ടില്ല മറിച്ചിട്ടതിന് ശേഷം. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലൂടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം ഇതേപോലെ ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നെക്ക് കിട്ടും. അപ്പോൾ ഈ രീതിക്കാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലെ നല്ല വശവും ചേർത്തിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ പീസിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ചെയ്ത മെത്തേഡിൽ വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരിക്കലും പൊട്ടിപ്പോരില്ല. ഇനി ഇത് നിവർത്തി വെച്ച് നോക്കുമ്പോൾ ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ബാക്ക് നെക്കിൻ്റെ ഈ സൈഡ് വശമൊക്കെ ഈ ഹുക്കിട്ട് കൊടുക്കുന്ന ഭാഗമൊക്കെ ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ട് ഇതേപോലെ സൈഡിലൂടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും. വേണമെങ്കിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹുക്കിട്ട് കൊടുത്താൽ മതി. യോക്ക് പോർഷന് നമ്മളെടുത്ത കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ 2 സ്ട്രാപ്പ് ഫ്രോക്കിന് വേണ്ടിയിട്ട് 15 ഇഞ്ച് നീളവും അതേപോലെ 3 ഇഞ്ച് വീതിയുള്ള 2 സ്ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കുക. യോക്ക് പോർഷനിലെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി സ്കേർട്ട് ഭാഗത്തിൻ്റെ ലൈനിങ്ങുകൾ തമ്മിൽ മടക്കി തയ്ക്കണം. അതേപോലെ ഫ്രിൽസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഫ്രിൽസ് ഉണ്ടാക്കണ ഇതേപോലെ സിംഗിൾ മെഷീനിൽ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണ വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. സ്കേർട്ട് ഭാഗത്തെ അടിവശത്ത് വെച്ച് കൊടുക്കാനാണ് ഇതേപോലെ ഫ്രിൽസ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതേപോലെ കൈയിൻ്റെ വശത്തും ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവും അതേപോലെ ഇതേപോലെ അടിവശത്തും എത്ര അളവെന്ന് ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇതേപോലെ ഈ വള്ളി ഈ സൈഡിൽ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഫസ്റ്റ് ലെയറിൻ്റെ അടിവശത്താണ് ഇതേപോലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്.
അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ചെറിയൊരു ചുരുക്കിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്. അരവണ്ണത്തിൻ്റെ എത്രയാണോ ലെങ്ത്ത് നോക്കിയിട്ട് വേണം കറക്റ്റ് സൈസിൽ ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കണം, നല്ലതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ക്രേപ്പിൻ്റെ തുണി, അതേപോലെ ലൈനിങ് തുണിയും സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ലൈനിങ് തുണിയും നെറ്റിൻ്റെ ക്ലോത്തും ഇതേപോലെ ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക. കോട്ടൺ ക്ലോത്തും കൂടെ വെച്ചിട്ട് അടിവശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് മെഷർമെൻറ്റ് ഏകദേശം ഒരു കണക്ക് പോലെ നമ്മൾ എടുത്തിട്ട് വേണം ഇത് ചുരുക്കിട്ട് കൊടുക്കാൻ. എക്സ്ട്രാ വരികയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ചുരുക്കിട്ട് കൊടുത്തിട്ട് ക്ലിയർ ആക്കാം. അത് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. സ്കേർട്ടിൻ്റെ പോർഷൻ തയ്ക്കണം പോലെ വെച്ച നെറ്റ് തമ്മിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഉൾവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ലെയർ ആയിട്ടുള്ള നെറ്റും സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ക്രേപ്പ് തുണി, അടിയിൽ കോട്ടൺ ക്ലോത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി തയ്ക്കണം. ഇതിവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഈ ടോപ്പിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് ഈ ഡിസൈനിലാണ് ഫ്രില്ല്, ഈ ഡിസൈനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഡിസൈനിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഈ രണ്ട് കൈയിൻ്റെ ഈ ഭാഗത്തും ഇതേപോലെ കൊടുത്തിട്ട് ഈ ഫ്രില്ലൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വിടർന്ന് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി യോക്ക് പോർഷനും ഈ ഫ്രോക്കിൻ്റെ പോർഷനും തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ സ്കേർട്ടിൻ്റെ രൂപത്തിൽ ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നല്ല വശവും ഈ യോക്കിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ ഭാഗമുള്ള നല്ല വശവും കൂടെ ചേർത്തിട്ട് ഇതേപോലെ റൗണ്ടിൽ ഈ ഭാഗത്തെ മെഷർമെൻറ്റ് നോക്കിയിട്ടായിരുന്നു റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി എക്സ്ട്രാ വരികയാണെങ്കിൽ ചെറുതായിട്ടൊരു ചുരുക്കമൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റിൽ തന്നെ കിടക്കും. ഈ രീതിക്ക് നല്ല വശവും ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വശങ്ങൾ തമ്മിൽ മാറിപ്പോയാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അടിയിൽ ഇതേപോലെ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ ഫ്രോക്കിന് നല്ല ഭംഗിയായിരിക്കും എപ്പോഴും കാണാൻ. അപ്പോൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇവിടെ ഞാനൊരു ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബാക്ക് സൈഡിൽ. സിപ്പിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിലേക്ക് മാച്ചായിട്ട് തന്നെ ബാക്കി പീസ് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബോ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഫ്രോക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ ഇതേപോലെ ഫ്രിൽസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ ചെറിയൊരു ഡിസൈനിൽ ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്കിൻ്റെ ഡിസൈനിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.